നിങ്ങൾ കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോണിൽ ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വൈറസ് ആപ്ലിക്കേഷൻ കടന്നിട്ടുണ്ടാകാം. ഒരുപാട് പേരുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നത് നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയിട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഇതേപോലെ വരുന്നത് കാണാം. നമ്മൾ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. ഇതേപോലെ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും. എല്ലാ ഫോണിലും ഉണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. അതൊന്ന് നിങ്ങൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കണക്റ്റഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. കണക്റ്റഡ് ആപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കണ്ടോ. 19 ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണതെന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കും. ആ ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ് ചോർത്തുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളറിയാതെ പണം നഷ്ടമാകും. നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് ലീക്കാകാനുള്ള സാധ്യതയുണ്ട്. പലതും നെറ്റിൽ സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളറിയാത്ത ആപ്ലിക്കേഷൻ എന്തെങ്കിലും ഇതേപോലെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും. മുകളിലേക്കൊന്ന് വീണ്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കണ്ടോ ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് ദിസ് ആപ്പ്. ഇപ്പോൾ ഇവിടെ കണ്ടോ ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് ക്യാൻവ ആപ്പ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ആ ആപ്ലിക്കേഷനിൽ നിന്ന് റിമൂവ് ആകുന്നതായിരിക്കും. കണ്ടോ. ഇനി വീണ്ടും നമ്മൾ ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ അഡോബ് റീഡർ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അല്ലെങ്കിൽ താഴേക്ക് വരുമ്പോൾ ബുക്ക് മൈ ഷോ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല. അതൊന്ന് ഓപ്പൺ ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. ഡിലീറ്റ് ആൾ കണക്ഷൻ വിത്ത് ദ ബുക്ക് മൈ ഷോ ആപ്പ്. അത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ കൺഫേം എന്ന് ചോദിക്കും. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളറിയാതെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അക്കൗണ്ട് കംപ്ലീറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് പോവും. ഡേറ്റാസ് ലീക്കാവും. അക്കൗണ്ടിൽ നിന്ന് പണവും നഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഇവിടെ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക. നിങ്ങളുടെ അക്കൗണ്ടും ഫോണും പ്രൊട്ടക്റ്റ് ചെയ്യുക.